ഓരോരോ പ്രദേശങ്ങളിൽ യുദ്ധോപകരണങ്ങൾ വന്ന് വീഴുമ്പോഴും ഓരോന്ന് വന്ന് പതിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം എന്തായിരിക്കും? നമുക്ക് ഇപ്പൊ സുഖമായിട്ട് കടന്നുറങ്ങാം. നിർഭയത്വത്തിൻ്റെതായ ആ ഒരു സുഖം നമ്മുടെ GCCയിലെ സഹോദരങ്ങൾ അവരൊക്കെയും വളരെ പ്രയാസത്തിലാണ്. നിങ്ങൾക്കറിയാം, ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലാണ് നേരിട്ട് യുദ്ധമെങ്കിലും പോലും ആ യുദ്ധത്തിന്റെ അലയൊലികൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ, പരിസര നാടുകളിൽ, അതായത് ഇറാന്റെ പരിസര നാടുകളിൽ, മധ്യപൂർവ്വ ദേശത്തെ മിക്കവാറും രാജ്യങ്ങളിലൊക്കെയും നേരിട്ടു തന്നെ അതിന്റെ അലയൊലികളുണ്ട്. അതിന്റെ പ്രത്യേകമായ പ്രത്യാഘാതങ്ങളുമുണ്ട്, അതിന്റെ ഭീതിയുമുണ്ട്. ഇടയ്ക്കിടെ മിസൈൽ വരുന്ന ഭീതികളും, ഒച്ച കേൾക്കുന്ന ഭീതികളും, മുഴക്കം കേൾക്കുന്ന ഭീതികളൊക്കെ. എന്തോരം ഒച്ചയായിരിക്കും ഓരോരോ മിസൈലൊക്കെ പോകുമ്പോൾ. ആ തരം ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് അമ്നില്ലാതെ, നിർഭയത്വമില്ലാതെ ഭയചകിതരായാണ് നമ്മുടെ സഹോദരങ്ങൾ നിൽക്കുന്നത്. പോരാൻ മുട്ടിയ ഒരുപാട് ആളുകൾ, റമദാനിലും പെരുന്നാളൊക്കെ ആയിട്ട് പോരണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ പോരാൻ മാർഗല്ല. പോരേണ്ടവർ തന്നെ സാധാരണ പണിയെടുക്കുന്ന തൊഴിലാളികളാണെങ്കിൽ വിമാനത്തിന് ഇങ്ങോട്ട് വരാൻ ലക്ഷമൊക്കെ കൊടുക്കേണ്ടി വരികയാണ്. അത് കൊടുത്തുകൊണ്ട് വരാൻ പറ്റുന്നില്ല. ആ തരത്തിൽ വിഷമങ്ങൾ. ഉദ്ദേശിക്കുന്ന വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു പോരാൻ വയ്യ. അങ്ങനെ വന്നാൽ തന്നെ എങ്ങനെ ഇക്കാര്യം പോവുക എന്നുള്ള ഭീതി പുറമെയും. കാരണം വിമാനത്താവളങ്ങളിലേക്കൊക്കെ ഇടയ്ക്ക് ഓരോന്ന് വരുന്നുണ്ട്, ഡ്രോണുകളായിട്ടും മറ്റുമൊക്കെ. ആരും ഇതിന് കുറ്റം പറയേണ്ട ഒരു യുദ്ധമല്ലേ. ഒരു യുദ്ധം എന്ന നിലക്ക് ആ യുദ്ധം നടത്തുന്നവർ അതിന്റെ തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കും. വാസ്തവത്തിൽ അയൽനാടുകളിലേക്കും മുസ്ലിം രാജ്യങ്ങളിലേക്കും നടത്തുന്നത് മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കാനല്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. അമേരിക്കയുടെ പട്ടാളത്തിന്റെ ക്യാമ്പുകളിലേക്കും അമേരിക്കയുടെ സാമ്പത്തികമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്കും അത് ഇല്ലാതാക്കാനും നശിപ്പിക്കാനും അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കാനും അവരിൽ ഭീതി സൃഷ്ടിക്കാനും അവർക്ക് വേദനയുണ്ടാക്കാനും വേണ്ടതേ ഞങ്ങൾ നടത്തുന്നതോ, മറ്റാരെയും ഞങ്ങൾ ആക്രമിക്കില്ല എന്നൊക്കെ ഒരു പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ റിപ്പോർട്ടുകളൊക്കെ ഏതാണ്ട് ശരിയായിട്ട് നമുക്ക് അങ്ങനെ ബോധ്യപ്പെടുന്നുമുണ്ട്. എങ്കിൽ പോലും ഓരോരോ പ്രദേശങ്ങളിൽ യുദ്ധോപകരണങ്ങൾ വന്ന് വീഴുമ്പോഴും ഓരോന്ന് വന്ന് പതിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം എന്തായിരിക്കും? നമുക്ക് ഇപ്പൊ സുഖമായിട്ട് കടന്നുറങ്ങാം. നിർഭയത്വത്തിൻ്റെതായ ആ ഒരു സുഖം. ആമനഹും മിൻ ഖൗഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف എന്ന് ഖുറൈശ് എന്ന പേരിൽ ഒരു സൂറത്ത് വിശുദ്ധ ഖുർആനിൽ ചേർത്തിട്ടുണ്ടല്ലോ, ഈലാഫി ഖുറൈശ് തന്നെ. ആ സൂറത്തിൽ അല്ലാഹ് പറഞ്ഞ ഭയമില്ലാതെ ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകി അല്ലാഹു തആല നിർഭയത്വം നൽകുമ്പോഴുള്ള ആ ഒരു നിഅമത്ത് അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. നമ്മളിപ്പോ അനുഭവിക്കുന്നത് തന്നെയാണ് നിഅമത്ത്. കാരണം യുദ്ധഭൂമികയിലല്ലേ നമ്മള്. പെട്ടെന്നൊന്നും നമുക്ക് ബാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് അറിഞ്ഞാൽ മതി, വിവരങ്ങൾ അറിഞ്ഞാൽ മതി, കേട്ടാൽ മതി, നോക്കിയാൽ മതി, എല്ലാം മതി. നമ്മൾക്കല്ലല്ലോ, നമ്മളെ ബാധിക്കുന്നില്ലല്ലോ എന്ന് നമ്മളെ പ്രശ്നം. അങ്ങനെയല്ല ഗൾഫ് നാടുകളുടെ GCCയിലെ നമ്മുടെ സഹോദരങ്ങൾ ഇരിക്കുന്നത്. ഏതാണ്ട് അവരറിയുകയാണ്, അവരനുഭവിക്കുകയാണ്. അപ്പൊ ആ അനുഭവങ്ങളൊക്കെ ഇല്ലാതാകണം. അതിനുവേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് സമാധാനം വേണം, നമ്മുടെ രാജ്യങ്ങളിൽ സമാധാനം വേണം, നമ്മുടെ ഇഷ്ടക്കാർക്ക് സമാധാനം വേണം, നമ്മുടെ സഹോദരങ്ങൾക്ക്, മക്കൾക്ക് സമാധാനം വേണം. അവർക്കെല്ലാം സമാധാനത്തിനു വേണ്ടി ഈ യുദ്ധം ഇല്ലാതാവണം, വളരെ പെട്ടെന്ന് നശിക്കണം. എന്നാൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കനത്ത പരാജയവും കനത്ത താക്കീതും തിരിച്ചടിയിൽ ലഭിക്കുകയുമാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നേരെ പ്രത്യേകം കടന്നു എന്നിട്ട് ആ നാടിനെ കുട്ടിച്ചോറാക്കിയിട്ട് അതിന്റെ ഒരു വലിയ മതമേലധ്യക്ഷനെയും ആ രാഷ്ട്രത്തിന്റെ അധിപനെയും അതുപോലെ അദ്ദേഹം കൂടിയാലോചനയ്ക്ക് വേണ്ടി കൂട്ടിയിട്ടുള്ള ആളുകളുടെയും ഒക്കെ സ്വകാര്യ വിവരങ്ങളും സ്ഥലവും എവിടെയാന്ന് നോക്കിയിട്ട് അവിടെ മുമ്പിട്ട് നശിപ്പിച്ച് അവിടെ അങ്ങ് നശിപ്പിച്ച് അവരെയൊക്കെ കൊന്ന് ചാരമാക്കുകയും ഭസ്മമാക്കുകയും ചെയ്യുന്ന ക്രൂരകൃത്യവും നീതികേടും നെറികേടുമാണ് ഇസ്രായേൽ കാണിച്ചിട്ടുള്ളത്, അമേരിക്ക കാണിച്ചിട്ടുള്ളത്. അവർക്ക് അതിനുള്ള കനത്ത തിരിച്ചടിയും താക്കീതും ഈ യുദ്ധത്തിൽ ലഭിക്കണം. അവരനുഭവിക്കുകയും വേണം. അള്ളാഹു അവരെ നല്ലപോലെ അനുഭവിപ്പിക്കട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ അള്ളാഹു തആല കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് പരാജയപ്പെടുത്തട്ടെ. ഇസ്ലാമിനെയും മുസ്ലിം രാഷ്ട്രങ്ങളെയും അള്ളാഹു തആല ശക്തമായി പിന്തുണക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. GCCയിലുള്ള നമ്മുടെ രാഷ്ട്രങ്ങളെ എല്ലാം ഭയചകിതമായ ആ അവസ്ഥയിൽ നിന്ന് അള്ളാഹു തആല രക്ഷപ്പെടുത്തി ആശ്വാസമുള്ള, സന്തോഷമുള്ള, നമ്മളും മറ്റുള്ളവരും ഒക്കെ അവലംബിക്കുന്ന അവരുടെ ആ നല്ല സ്ഥിതിവിശേഷം അള്ളാഹു തആല ആ നാടുകൾക്ക് നൽകുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കണം ഇൻഷാ അല്ലാഹ്.